ഞായറാഴ്ച രാവിലെ പിള്ളേർ വന്ന് ചോദിച്ചു ആമക്കുണ്ടിൽ പോയി കുളിച്ചാലോ എന്ന്. ഞായറാഴ്ചയാണ്, പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ആമക്കുണ്ടിലേക്ക് പോകാമെന്ന് വെച്ച് അങ്ങനെ ഞങ്ങളും ഷാഡോയും കൂടി ആമക്കുണ്ടിലേക്ക് പോയി കുളിക്കാനായിട്ട്. ആമക്കുണ്ടിലേക്ക് പോകുന്ന വഴികളൊക്കെ സൂപ്പറാണ് കേട്ടോ. നല്ല പച്ചപ്പും കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു. കുറേ നാൾക്ക് ശേഷമാണ് ആമക്കുണ്ടിലേക്ക് കുളിക്കാൻ പോകുന്നത്. അതിൻ്റേതായിട്ടുള്ളൊരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. ആ എക്സൈറ്റ്മെൻറ്റോടുകൂടി തന്നെയാണ് ഞങ്ങളും ഷാഡോയും ആമക്കുണ്ടിലേക്ക് കുളിക്കാൻ പോയത്. പോകുന്ന വഴികളിലൊക്കെ നല്ല രസമായിരുന്നു. ഷാഡോയും നല്ല കമ്പനിയായിരുന്നു. അവൻ വഴി കാണിക്കാനായിട്ട് വളരെ ഉത്സാഹത്തോടു കൂടിയാണ് അവൻ നടന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ആമക്കുണ്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മഴക്കാലമായതുകൊണ്ട് ആമക്കുണ്ടിൽ എന്തായാലും വെള്ളം കാണും. നല്ല തണുത്ത വെള്ളമായിരിക്കും. ആ ഒരു എക്സ്പെക്റ്റേഷനും ഉണ്ടായിരുന്നു. നല്ല തണുത്ത ഒരു വെള്ളത്തിൽ കുളിക്കാമെന്നുള്ള ഒരു എക്സ്പെക്റ്റേഷനും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നടന്ന് ആമക്കുണ്ടിൻ്റെ അടുത്ത് എത്താനായി. ആമക്കുണ്ടിൻ്റെ അടുത്ത് എത്താനായപ്പോൾ തന്നെ നമ്മളുടെ എക്സൈറ്റ്മെൻറ്റ് കൂടി. വെള്ളത്തിൽ പെട്ടെന്ന് തന്നെ ചാടി കുളിക്കണം എന്നുള്ളൊരു ഇൻറ്റൻഷനായി. ഞങ്ങളിന്ന് വെയിറ്റ് ചെയ്യാതെ തന്നെ ഷാഡോ ആദ്യം തന്നെ നീന്താൻ തുടങ്ങി. വെള്ളത്തിൽ ചാടി അവന് നീന്തലും കുളിയൊക്കെ അവൻ നേരത്തെ തന്നെ തുടങ്ങി. ഞങ്ങളിന്നും വെയിറ്റ് ചെയ്തില്ല. പിന്നെ വലിയ ആഴമൊന്നുമില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ സേഫായിട്ട് തന്നെ നമുക്കിവിടെ കുളിക്കാനായിട്ട് പറ്റും. പിന്നെ ഷാഡോയുടെ കുറച്ച് അഭ്യാസങ്ങളും നീന്തൽ പ്രകടനങ്ങളും പിന്നെ നമ്മളെ കുറച്ച് നീന്തലൊക്കെ പഠിപ്പിക്കാനൊക്കെ ആശയം ശ്രമിച്ചു കേട്ടോ. അങ്ങനെ ആ ഒരു ആമക്കുണ്ടിലെ കുളി നല്ല രസമായിരുന്നു. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത പോലെ തന്നെ നല്ല തണുത്ത വെള്ളമായിരുന്നേ. മഴക്കാലമായതുകൊണ്ട് തന്നെ നല്ല തണുത്ത വെള്ളമാണ്. അപ്പോൾ അതിൽ കുളിക്കുമ്പോൾ നമുക്കൊരു നല്ലൊരു റിഫ്രഷ്മെൻറ്റ് കിട്ടും. ഇടയ്ക്കൊക്കെ ഇവിടെ വന്ന് കുളിക്കണം എന്നാണ് ആഗ്രഹം. പക്ഷേ എപ്പോഴും വരാൻ പറ്റാറില്ല. അതുപോലെ തന്നെ എപ്പോഴും ഇവിടെ വെള്ളം ഉണ്ടാവണമെന്നില്ല. മഴക്കാലമായതുകൊണ്ട് ഒരു മിനിമം ഗ്യാരണ്ടി ഉണ്ട്, വെള്ളം ഉണ്ടാവും, എൻജോയ് ചെയ്യാൻ പറ്റുന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ എക്സൈറ്റ്മെൻറ്റും എക്സ്പെക്റ്റേഷനൊക്കെ മീറ്റ് ചെയ്തു. ഞങ്ങൾ നല്ല രീതിയിൽ കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്തു. ആമക്കുണ്ടിൽ കുളി അങ്ങനെ ഞായറാഴ്ച അവിടെ സ്പെൻഡ് ചെയ്തു. എല്ലാവർക്കും സന്തോഷമായി. ഷാഡോയും ഹാപ്പിയാണ്. അങ്ങനെ ഈ ഒരു ഞായറാഴ്ച ആമക്കുണ്ടിൽ വന്ന് നല്ല രീതിയിൽ സ്പെൻഡ് ചെയ്തു. ഇതുപോലെ ഇടയ്ക്ക് വരാൻ പറ്റണമെന്നാണ് ആഗ്രഹം. വന്നു കഴിഞ്ഞ് ഒരു കുളിയൊക്കെ പാസ്സായി കഴിഞ്ഞാൽ മൈൻഡൊക്കെ ഒന്ന് റിഫ്രഷ് ആവും.